എൽസി രുചി ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റായി ലഡു ആണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. ഇത് കാൽഷ്യം ഉള്ളതിനാൽ എല്ലിന് വളരെ നല്ലതാണ്. ദിവസേന ഓരോന്ന് കഴിക്കുകയാണെങ്കിൽ സ്കിന്നിനും മുടിക്കും വളരെ നല്ലതാണ്. കൂടുതൽ അറിയാനായി ബോണസ് ടിപ്പ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടതായിട്ടാണ് നമ്മൾ 1/2 കപ്പ് എള്ള് എടുത്തിരിക്കുന്നത്. വെള്ള എള്ളാണ്. ഇത് 2 മിനിറ്റ് നേരം നമുക്കൊന്ന് ചൂടാക്കാം. കരിയാണ്ട് ചൂടാക്കിയെടുക്കാം. ഇതേമാതിരി ആയി കഴിയുമ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി നമ്മൾ കപ്പലണ്ടിയാണ് ചൂടാക്കിയെടുക്കാൻ പോകുന്നത്. 1/2 കപ്പ് കപ്പലണ്ടിയാണ് ഞാൻ ചൂടാക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതും അതേപോലെ 2 മിനിറ്റ് നേരം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ 1/2 കപ്പ് നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. 1.5 കപ്പ് റായിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ആവശ്യം പോലെ ഉപയോഗിക്കാം. ഇതിനി നമ്മൾ 3 മിനിറ്റ് നേരം നന്നായിട്ട് ഇതിനെ ഒന്ന് നെയ്യിലിട്ട് വറുത്തെടുക്കാം. കരിയാണ്ട് നമ്മളിതേപോലെ ചെറിയ തീയിൽ വെച്ച് നമ്മൾ നല്ല പോലെ ഒന്ന് വറുത്ത് എടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുവിധം പാകമായി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ റായിപ്പൊടി നെയ്യ് ഒഴിച്ച് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ശർക്കരയാണ് ഉരുക്കിയെടുക്കാനുള്ളത്. ഞാൻ 1 കപ്പ് ശർക്കരയാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ഒരു പാത്രം അടപ്പത്ത് വെച്ചു. അതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ശർക്കര പൊടിയാണ്. ഇത് നമ്മൾ നല്ല പോലെ ഇളക്കി ഒന്ന് വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾക്ക് ശർക്കര ഏതാണ്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിലൊന്ന് പിടിച്ച് നോക്കുമ്പോൾ ഒന്ന് ഒട്ടുന്ന പോലെ ആകുമ്പോൾ നമുക്ക് അരിപ്പെടുത്ത് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റാഗിപ്പൊടിയിലേക്ക് നമ്മൾ ഈ ശർക്കര നീര് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കുകയാണ്. ഒരുവിധം കുറച്ച് റാഗിപ്പൊടിയാണ്. അത് കുതിർന്ന് വരുമ്പോൾ കുറച്ചും കൂടി നമ്മളിങ്ങനെ ശർക്കര നീര് ഒഴിച്ചു കൊടുത്ത് ഇളക്കി എടുക്കണം. നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ ശർക്കര നീരെല്ലാം ഒഴിച്ച് ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ ചാനലിൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നമ്മളിനി നമ്മുടെ കപ്പലണ്ടിയും എള്ളും കൂടി എല്ലാം ചേർന്ന് വരുമ്പോൾ നല്ല ഒരു ഇതായി വരും. അപ്പോൾ നമുക്ക് ലഡു നന്നായിട്ട് പിടിച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ജാറിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 കപ്പ് കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചു വന്നിട്ടുണ്ട്. ഇതേ പരുവത്തിൽ നമ്മൾ അടിച്ചെടുക്കണം. ഇനി നമ്മൾ 1/2 കപ്പ് എള്ളാണ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് ഇതേപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എള്ള് ഇട്ട് കൊടുക്കുകയാണ്, പൊടിച്ചു വെച്ചത്. ഇനി നമ്മൾ 1/2 ടീസ്പൂണ് ചുക്കുപൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണ് നമ്മൾ ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ജാതിക്കായപ്പൊടി 1/4 ടീസ്പൂണ്. ഇതെല്ലാം നമുക്ക് ഇട്ട് മിക്സാക്കി നല്ല പോലെ മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ലഡുവിൻ്റെ ഇതെല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. ഈ കയ്യിൽ കുറേശ്ശെ നമ്മൾ നെയ്യ് പുരട്ടി കൊടുത്ത് നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാം. ഇതേമാതിരി നമ്മൾ ലഡു ഉണ്ടാക്കിയെടുക്കണം. നന്നായി വന്നിട്ടുണ്ട്. കയ്യിൽ കുറേശ്ശെ നെയ്യ് പുരട്ടുക. ഇതേമാതിരി ഉണ്ട ഉരുട്ടിയെടുക്കുക. അങ്ങനെ നമുക്കെല്ലാം ഉണ്ടകളാക്കി വയ്ക്കാം.
ഇത് വളരെ നല്ലതാണ്. ദിവസേന നമ്മൾ ഓരോന്ന് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം വളരെ നല്ലതാണ്. ബോണസ് ടിപ്പ് ഇതാണ് പറയാനുള്ളത്. നമ്മൾ ഇത് നെയ്യ് ഒഴിച്ച് റാഗിപ്പൊടി ഇട്ട് ഇളക്കുമ്പോൾ തീ കുറച്ച് വെച്ച് 3 മിനിറ്റ് നേരം നല്ല രീതിയിൽ ഇതിനെ വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ശർക്കര ഒഴിക്കുന്നത്, ശർക്കര നന്നായി കുറുതായി വന്ന് നമ്മൾ അരിപ്പയിൽ അരിച്ചൊഴിക്കണം. അതേപോലെ തന്നെ നമ്മൾക്ക് ഇത് പ്രതിരോധത്തിനെല്ലാം വളരെ നല്ലതാണ്. ഇത് ഉണ്ടാക്കി നമ്മൾക്കൊരു 15 ദിവസം ഒരു കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ 15 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ദിവസേന ഓരോന്ന് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എല്ലാ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ റെസിപ്പി തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ.